ഞാൻ എനിക്കെതിരെ ഇങ്ങനൊരു കടുത്ത ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ സ്വമേധയാ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായിട്ട് ഞാൻ ഇന്ന് രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് നുണയായിരുന്നു. അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നും ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം. സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എന്റെ ബോധ്യമാണ് എന്നത്. അതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് എന്നറിയിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്, പ്രതീക്ഷ നൽകുന്ന ദിവസം. ആരും തൊടില്ലെന്ന് കരുതിയ മലയാള സിനിമയിലെ 2 അതികായന്മാർ സ്ഥാനഭ്രഷ്ടരായി നിലം പതിച്ച ദിവസം. പോക്സോ പീഡനത്തിലെ വെളിപ്പെടുത്തലിൽ AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖും ബംഗാളി നടിയെ തലോടി വശത്താക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജി നൽകിയ ദിവസം. 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ പോരാടാൻ തുടങ്ങിയിടത്തു നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിജീവിതയുടെ സുഹൃത്തുക്കൾ. പുറത്ത് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നിരിക്കുന്നു സർക്കാരിന്. പക്ഷേ ഇനിയുമുണ്ട് മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ. പ്രതികരിക്കാതെ എവിടെയോ ഉണ്ട് മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങൾ. അമ്മയുടെ പെൺമക്കൾ തെരുവിലിറങ്ങി നടത്തുന്ന വെളിപ്പെടുത്തലുകളിൽ ഇവർക്ക് പറയാനുള്ളത് എന്ത് എന്നറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്. തിയേറ്ററിൽ കൈയടിച്ച പ്രേക്ഷകർക്ക് വെള്ളിത്തിരയ്ക്ക് പുറത്ത് നായകരുടെ നിലപാടറിയാൻ അവകാശമുണ്ട്. തലകൾ ഉരുളുന്നു എന്നാണ് ചോദ്യം. ചർച്ചയിൽ WCC പ്രതിനിധി ആശ അച്ചി ജോസഫ്, നടി സോണിയ മൽഹാർ, കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം പുറത്തെ വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ഫലം കാണുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയായി സർക്കാരിൻ്റെ ഈ പുതിയ നീക്കത്തെ കാണേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും സ്മൃതി, സമ്മർദ്ദങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് നിരന്തരം ഉയർന്നു വരുന്ന ഈ മുറവിളിക്ക് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് വൈകാതെ തന്നെ ഇവർ ഉത്തരം കൊടുക്കേണ്ടി വരും. ആ ഉത്തരങ്ങൾക്ക് മേൽ ഹൈക്കോടതി പറയാൻ പോകുന്ന വിധി എന്താകും എന്നുള്ളതൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയും മൂടി വെച്ചാൽ ഈ പാർട്ടിയുടെ അവസാനത്തെ അടിക്കല്ല് വരെ ഊരിയെടുക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഈ പുറത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് നടന്നിട്ടുള്ള വെളിപ്പെടുത്തലിൽ മേൽ അന്വേഷണത്തിന് കമ്മിറ്റിയെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പരാതി ഉന്നയിക്കുകയും അത് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആ പരാതിക്കാരായിട്ടുള്ള അതിജീവിതന്മാരുടെ അടുത്ത് ആരുടെയെങ്കിലും അടുത്ത് കേരള പോലീസോ കേരള സർക്കാരിൻ്റെ പ്രതിനിധികളോ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും നിങ്ങൾക്ക് ആ പരാതി ഉണ്ടോ, ആ പരാതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നാളിതുവരെ ചോദിച്ചതായിട്ട് നമ്മൾക്കറിയില്ല. അതിന്റെ അർത്ഥം എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള വമ്പന്മാരെ പ്രമുഖന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിനോട് അനുബന്ധിച്ച് അനുരണനങ്ങളായി വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലിന്റെ പേരിൽ അന്വേഷണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിന്മേലുള്ള അതിലുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താത്തത്? ഇത് ഇരട്ടത്താപ്പാണ്. അതായത് ഇവർക്ക് സംരക്ഷിക്കാൻ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കി, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അദ്ദേഹം എന്ത് ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അദ്ദേഹത്തെക്കാൾ വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങോട്ട് കണ്ട പോലെ പറയുകയല്ലേ. രഞ്ജിത്ത് പറയേണ്ട മറുപടി രഞ്ജിത്തിനേക്കാൾ 100 ഇരട്ടി ആവേശത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് രഞ്ജിത്ത് രാജിവെക്കുന്നു എന്ന് മാത്രമല്ല, രഞ്ജിത്ത് ഈ സമയം വരെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിൽ ഓടി ഒളിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? ഇവർ പറയുന്നത് രഞ്ജിത്തിനെതിരെയുള്ളത് ഗൂഢാലോചനയാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള
ആക്ഷേപമാണെന്നാണ്. എങ്കിൽ രഞ്ജിത്ത് അദ്ദേഹം വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്രകാരൻ എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. കരുതി കൂട്ടിയുള്ള ഗൂഢാലോചനയാണെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് ഒരു പരാതി കൊടുക്കാമല്ലോ, തെളിയിക്കാമല്ലോ. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? മാത്രമല്ല, ഇവിടെ മുകേഷിനെ കുറിച്ചുള്ള ആരോപണം ചോദിക്കുമ്പോൾ മുകേഷിന് ഓർമ്മയില്ല, അദ്ദേഹം LDFന്റെ CPMന്റെ MLA ആയതിന്റെ പേരിലാണ് ഈ ആരോപണങ്ങൾ വരുന്നതെന്ന. കേരളത്തിലെ എത്ര CPMന്റെ MLA-മാരുണ്ട്? ഈ വക അലവലാദികൾക്കെതിരെ മാത്രമല്ലേ ആക്ഷേപം വരുന്നുള്ളൂ. എന്നിട്ട് ഇവർ 20 വർഷം മുമ്പായിരുന്നു ഓർമ്മയില്ല എന്ന്. ഇവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഇവർ പീഡിപ്പിച്ച, ഇവർ അതിക്രമിച്ച, ഇവർ അക്രമം നടത്തിയ പെൺകുട്ടികൾക്ക് ഓർമ്മയുണ്ട്. അവരത് വിളിച്ചു പറയുമ്പോൾ, അവർക്കത് വിളിച്ചു പറയാനുള്ള ആർജവും ശേഷിയും കിട്ടുന്ന കാലത്ത് അവരത് വിളിച്ചു പറയുമ്പോൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അതിൽ തലയിൽ തലവി പോയിട്ട് കാര്യമില്ല. അന്വേഷിക്കണം. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. പീഡനം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ അതിക്രമം നടത്തിയ ആളുകളോ അല്ല അന്വേഷിക്കേണ്ടേ. ഇത് ഇങ്ങനെ ഒന്നും അല്ല സംഭവിച്ചിരുന്നെങ്കിൽ ഈ രഞ്ജിത്തിനെ ഷെയർ ചെയ്ത് കൊണ്ട് ആയിരിക്കില്ല ഇവരെ കോൺക്ലേവ് നടത്താൻ ഇവർ പ്ലാൻ ചെയ്യാൻ പോവുക. സാംസ്കാരിക വകുപ്പ് നടത്താൻ പോകുന്ന സിനിമ ഏറ്റവും ഗൗരവമുള്ളത് ഉണ്ടാകേണ്ടിയിരുന്നത് രേവതി സമ്പത്ത് ഉന്നയിച്ച പരാതിയാണല്ലോ. അത് പോക്സോ കേസാണ്. പോക്സോ കേസ് എന്ന് പറയുമ്പോൾ പോക്സോ കേസിൽ ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ പരാതി വേണ്ട, പരാതിക്ക് മുന്നേ കേസ് എടുക്കാം. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ കൊച്ചിയിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അതുകൂടാതെ വെളിപ്പെടുത്തൽ ഇവിടെ മുന്നിലുണ്ട്. അപ്പോഴും കേസ് എടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചു എന്നേ ഉള്ളൂ. അതിലപ്പുറമായി ഒരു കാര്യവും നടന്നിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. സ്മൃതി, സ്വാഭാവികമായിട്ട് ഇതൊരു നാട്ടില് സാധാരണ മനുഷ്യന്മാരുടെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നെങ്കിലോ, സാധാരണ ഒരാൾ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസ് എത്ര ആവേശത്തോടെ കേസെടുത്തേനെ. സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ള ആക്ഷേപം അത് പോക്സോ വകുപ്പ് നിലനിൽക്കുന്നതാണെന്നുള്ള സാമാന്യ മനുഷ്യ പത്രം വായിക്കുന്ന ആളുകൾക്കും ഈ വകുപ്പിനെ കുറിച്ചൊക്കെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അത് മനസ്സിലാകാത്തത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അത് മനസ്സിലാകാത്തത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പോക്സോ വകുപ്പ് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഈ സിദ്ദിഖിനെ കുറിച്ചുള്ള ആരോപണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്നു. ഇപ്പോൾ പോലും അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കേസെടുക്കേണ്ട കാര്യങ്ങളല്ലേ നടക്കുന്നത്? ഇവരൊക്കെ രാജിവെച്ചത് കൊണ്ട് മാത്രം പ്രശ്നം ഒഴിവാകുന്നില്ലെന്നേ. ഈ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം. മാത്രമല്ല, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പറ കൊട്ടി മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും പ്രതിപക്ഷത്തെയും ആക്ഷേപിച്ച സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രി രാജിവെക്കണം. ഇന്ന് ഭാവന എന്ന് പറഞ്ഞ സിനിമാ നടി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? അവർ പറഞ്ഞെന്താ, ഈ അതിക്രമം നേരിടുന്ന ആളുകളോടൊക്കെ അനുഭാവം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസം, എന്ത് മാർക്സിസം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കുന്നത്. അത് നിരവധി സിനിമാ നടിമാരും നിരവധി സാംസ്കാരിക പ്രവർത്തകരും നിരവധി പൊതുജനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അത് ഷെയർ ചെയ്യുന്നു. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വഞ്ചി സ്ക്വയറിൽ നടന്ന, എറണാകുളത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ അതിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിൽ ഗൂഢാലോചന ഇല്ലെന്ന. പിന്നീട് വലിയ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കേണ്ട ഗതികേട് സർക്കാരിനുണ്ടായില്ലേ? ദിലീപിനെ പോലുള്ള നടന്മാരെ അറസ്റ്റ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടായില്ലേ? അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. എന്താണെന്നറിയോ? ഈ WCC പോലെയുള്ള സംഘടനകളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള സിനിമാ പ്രവർത്തകരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പിൽ എന്ന് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിൽ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഒരു പാർട്ടി ഇവരെ സംരക്ഷിക്കാതിരിക്കുമോ? ശരി, ഞാൻ ആശ അച്ചിയിലേക്ക് പോകുന്നു. ആശ അച്ചി ജോസഫ്, ഇന്നിപ്പോൾ WCCയെ സംബന്ധിച്ച് മലയാള സിനിമാ മേഖലയിലെ വനിതകളെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്ന് കരുതേണ്ടേ? ഈ വലിയ പോരാട്ടത്തിൽ 2 പേർ വീണിരിക്കുന്നു, 2 പ്രമുഖർ വീണിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് വീഴാനുണ്ട്. പലരും ഇപ്പോൾ പതറി തുടങ്ങി എന്നതിൻ്റെ സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. ഹലോ സ്മൃതി, ഇത് സന്തോഷമാണോ അതോ വ്യാകുലതയാണോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ ഓരോരുത്തരും വീഴുക എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു ആശയത്തിലേക്ക് അവരെത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംഘടനകളും സർക്കാരും നമ്മൾ പറയുന്ന, അതായത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ആ ജെൻഡർ ലെൻസിലൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, സ്ത്രീകളുടെ പദവി സമൂഹത്തിലും സിനിമയിലും ഒരുപോലെ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതിന് വിഘാതമായിട്ട് വന്ന പല കാര്യങ്ങളുമാണ് WCCയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നടന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്കിൽ പല സംഘടനകളെയും പല കാര്യങ്ങളും ചെയ്യാൻ
പ്രേരിപ്പിക്കുകയും അവരെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനൊക്കെ കുറച്ചുകൂടെ ഒരു അവധാനതയോടെ സമചിത്തതയോടെ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് വളരെ വലിയ ഒരു ഏരിയ ആണ് കവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെയും ഇത് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാണ്. അത് പക്ഷേ സ്ത്രീകളില്ലാത്ത ഒരു ഇൻഡസ്ട്രി അല്ല എന്നാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീകൾ ഇല്ലെങ്കിലും ഇവിടെ ഈ ഇൻഡസ്ട്രി നടന്നുകൊള്ളും എന്ന് പറയുന്ന ആ പരിപാടിയും ഒട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ലോകം സ്ത്രീകളുടേത് കൂടിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പറയുന്ന ഒരു അന്വേഷണവും നമ്മൾ ആ ഒരു ലൈറ്റിലാണ് കാണുന്നത്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. അന്വേഷണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാഥമിക പറയുകയാണെങ്കിൽ അതെ. അപ്പോൾ നമ്മളുടെ ഒരു വേവലാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ സ്ത്രീകൾ അവിടെ വന്ന് അതിൽ എന്താ പറയുക ആ കമ്മിറ്റിയോട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വീണ്ടും നമ്മളെ സംബന്ധിച്ച് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മീറ്റു കേസുകളിലൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അതായത് പലപ്പോഴും സ്ത്രീകളെ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലരും അവിടെ ഉണ്ടാവാം. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ജെൻഡർ സെൻസിറ്റിവിറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെയും ഈ പറയുന്ന സംഘത്തിന്റെയും ജെൻഡർ സെൻസിറ്റിവിറ്റി ലെവൽ എത്രത്തോളമാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരുടെ കാര്യത്തിലല്ല പ്രാഥമിക അന്വേഷണം. അതിലല്ല പ്രാഥമിക അന്വേഷണം പുറത്തെ വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോൾ 2 ദിവസമായി തുടരെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൊട്ടിട്ടില്ല. അതുകൂടി മനസ്സിലാക്കണം ശ്രീമതി ആശാച്ചി. ഞാനൊന്ന് ജയേന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീജയേന്ദ്രൻ, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വന്നു. ശ്രീജയേന്ദ്രൻ, പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുക കാര്യം തീവ്ര വലതുപക്ഷത്തിന് അടിത്തറയുണ്ടാക്കാനാണ് ഇവിടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന്. ഇവിടെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അവർക്കൊപ്പം പോരാടുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? മനസ്സിലാവുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അല്ല, ഗോവിന്ദമാഷ് പിന്നെ ഈ സമൂഹത്തിന്റെ പൊതു സ്വഭാവത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. മാധ്യമങ്ങൾ എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിന്റെ പൊതു സ്വഭാവമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ വിമർശിക്കുന്നതെന്നാണ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, മനസ്സിലായത്. അല്ല, ഇപ്പൊ അത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് മാധ്യമങ്ങളെ മാത്രമായിട്ട് എടുത്തു മാറ്റിയല്ല CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. ചോദ്യത്തിന് അദ്ദേഹം പൊതു സാഹചര്യങ്ങളാണ് വിലയിരുത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞത്. ചെങ്ങന്നൂര് ഇപ്പോഴത്തെ പൊതു സാഹചര്യം എന്താണ്? ഇവിടെ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അപ്പുറത്ത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. സർക്കാർ അതിന്മേൽ അനക്കമില്ലാതെ നിൽക്കുന്നു. ഈ ആരോപണം ഉയരുന്ന ആളുകളെക്കുറിച്ച് പ്രഗത്ഭർ എന്ന വാദം മന്ത്രിമാർ തന്നെ ആവർത്തിച്ചു പറയുന്നു. ഇതല്ലേ ഇപ്പോഴത്തെ പൊതു സാഹചര്യം? ആ പൊതു സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തേണ്ട പശ്ചാത്തലം എന്താണ്? അതൊന്നുമല്ല, ഈ സാഹചര്യമേ അല്ല പൊതു സാഹചര്യം എന്നുകൊണ്ട്. അതെങ്ങനെയാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് പാർട്ടി സെക്രട്ടറി. പിന്നെ അങ്ങോട്ട് പറയുന്നതാണ് ഇതൊക്കെ. കേരളത്തിലുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ലോകത്ത് വേറെ എവിടെയുമില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതെ, അതൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? അതിന്റെ സത്ത എന്താണ്? ഈ മൂല്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അനലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയാണല്ലോ വരുന്നത്. മൂല്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ വരുന്നത്. അത് ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട കാര്യമല്ല, പൊതുവായിട്ടുള്ള എല്ലാ രംഗങ്ങളെയും സ്പർശിക്കുന്നത് തന്നെയാണത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ രംഗത്തെയും സ്പർശിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞ മൂല്യവ്യവസ്ഥിതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഐഡിയ, ഫോക്കസ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ഒച്ചവെച്ച് നടപടികളിലേക്ക് കടക്കേണ്ടി വരുന്ന സർക്കാർ എന്നുള്ളതല്ലേ ഇവിടുത്തെ യാഥാർത്ഥ്യം. അതിനെ തീവ്ര വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്? ജനത്തിനു വേണ്ടിയാണല്ലോ ആത്യന്തികമായ സർക്കാരും പാർട്ടിയും. അപ്പോൾ പൊതുജനം എന്താണ് മനസ്സിലാക്കേണ്ടത്?
അല്ല, ഒച്ചവെച്ച് എന്നുള്ളതല്ലല്ലോ. ഒച്ചവെക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. 2018 ഇതിനു മുമ്പ് ഒരു ആരോപണത്തിന്റെ പിന്നെ ഒരു സെറ്റ് ഓഫ് ആരോപണങ്ങൾ വന്നത് സ്മൃതിയും ഓർക്കുന്നുണ്ടാവുമല്ലോ, മീറ്റു. അന്ന് ഇവിടെയല്ല, പിന്നെ യൂണിയൻ ഗവൺമെന്റില് പിന്നെ ഏറ്റവും വെറ്ററൻ ജേർണലിസ്റ്റ് ആയിരുന്ന MJ അക്ബർ, ഓർക്കുന്നുണ്ടാവുമല്ലോ. 11-12 വനിതാ ജേർണലിസ്റ്റുകളാണ് മീറ്റു ആരോപണവുമായി അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തത്. ഒക്ടോബർ 11-നാണ് ഞാൻ ഓർക്കുന്നത്, 2018. ഒരാഴ്ച കഴിഞ്ഞ് 17-ാം തീയതി 18-ാം തീയതി ആ മാസം തന്നെ അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലം നമ്മുടെ രാജ്യത്ത് മുമ്പിലുണ്ട്. അതും പിന്നെ പിന്നീട് മുമ്പോട്ട് പോയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതിന് ചർച്ചയിലേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷെ ആ ഒരു സംഗതിയുണ്ട്. അന്നും മാധ്യമങ്ങളാണ് ഒച്ച വെച്ചത്. മാധ്യമങ്ങൾ ഒച്ച വെക്കുക അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഒച്ച വെച്ചില്ല പിന്നെന്ത് മാധ്യമ പ്രവർത്തനമാണ്? അതിലൊന്നും അങ്ങനൊന്നും ആർക്കും പറയാനും കഴിയില്ല. പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞതിനെ താങ്കൾ അതിനോട് വിയോജിക്കുന്നു അല്ലേ? സംശയം എന്താ? മാധ്യമങ്ങൾ ഒച്ച വെക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഒച്ച വെച്ചില്ല പിന്നെന്താണ് മാധ്യമങ്ങൾ റെസ്പോൺസീവായിട്ട് നിൽക്കണം എപ്പോഴും. ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് അങ്ങനെയാണല്ലോ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ അതിനെ ഒച്ചവെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരാക്ഷേപിച്ചാലും ശരി. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ നിലവിൽ 2 രാജികളാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? രഞ്ജിത്തിന്റെ കാര്യത്തിലായാലും സിദ്ദിഖിന്റെ കാര്യത്തിലായാലും 2 രാജികളാണ് സംഭവിച്ചത്. സിദ്ദിഖിനെതിരെ ഉയർന്നിരിക്കുന്നത് കൂടുതൽ ഗൗരവത്തിലുള്ള ആരോപണമാണ്. അത് പോക്സോ പരിധിയിൽ പെടുന്നതാണ്. അതിന്മേൽ ഒരു പരാതിയായി വരേണ്ടതില്ല, കേസെടുക്കാം സർക്കാരിന്. എന്താണ് മടിക്കുന്നത്? ആ വെളിപ്പെടുത്തൽ ഇതിനകം വന്നു കഴിഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. കേസെടുക്കാൻ വൈകിയില്ലേ? ഇതുവരെ അതിലേക്ക് എന്താണ് പോകാത്ത സർക്കാർ? അതല്ലേ സ്മൃതി തീരുമാനിച്ചിപ്പോ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രസ് റിലീസ് ഇറക്കിയത് താങ്കളുടെ കയ്യിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞ പോക്കാണ്. പക്ഷേ ഇത് പോക്സോ കേസാണെന്നും അത് ഗൗരവത്തിലുള്ളതാണെന്നും എന്നുള്ളൊരു പ്രതികരണം വന്നിട്ടില്ലെന്നേ. അല്ല, അങ്ങനെയല്ല. നമ്മൾ മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമ ചർച്ച നടക്കുമ്പോൾ അങ്ങനെയല്ലോ അത് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസിന്റെ മുമ്പിലുള്ളത് കൊഗ്നീസബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രൊസീജിയർ ഉണ്ട്. ഇന്നലെ ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ഇന്നലെ ഞാനൊരു ചാനലിൽ ഈ കാര്യം ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞതിന് എന്നെ കടിച്ചു കീറിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് യാഥാർത്ഥ്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ആങ്കറെ തന്നെ വിളിച്ചു. അത് എടുത്തില്ല ഫോൺ. എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എടുക്കാനെന്നുള്ളത്. ഏതായാലും അങ്ങനെ കൊഗ്നിസബിൾ ഒഫൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വാസ്തവത്തിൽ പ്രാഥമികമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇതിന്റെ അകത്ത് എന്താണ് പ്രാഥമിക വിവരങ്ങൾ, അതിനുശേഷമാണല്ലോ കേസും മറ്റേ കോടതി നടപടികളായിട്ട് മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ പോലീസിന് വെറുതെ കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു കാര്യവുമില്ലാതെ. ഇപ്പൊ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പൊ വരുന്നത്. നാളെ മുതൽ ആ കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിലെ മൊഴികളിൽ പ്രാഥമിക അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവുമില്ല, അങ്ങനെ ഒരു ആലോചനയുമില്ല. പറഞ്ഞു വന്ന അതായിരുന്നു സ്മൃതി. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഇപ്പൊ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന കേസാണത്. അഫിഡവിറ്റ് കൊടുക്കാൻ സർക്കാരിനോട് ഹൈക്കോടതിയാണ് അതിനു മുൻപേ ആ നടപടിയിലേക്ക് പോകാമായിരുന്നു. എന്തുകൊണ്ട് നടപടിയിലേക്ക് പോകുന്നില്ല? ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇതിലെ ഇരകൾ, മൊഴി നൽകിയവർ. അവർ വന്ന് പരാതി നൽകാൻ സാധ്യത കുറവാണ്. ഇതൊക്കെയാണ് കോടതി പറഞ്ഞ വാചകങ്ങൾ. കേസ് എടുത്തുകൂടെ എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ കോടതി പറയുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു അത്. അല്ല, അങ്ങനെയല്ലല്ലോ. കോടതി വാക്കാൽ ഇത്ര നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഉത്തരവിടുന്നത് എന്താണ്? ഉത്തരവിടുന്ന ഇതാണ് പറഞ്ഞത്. സ്മൃതി പറഞ്ഞ കാര്യങ്ങൾ വാക്കാൽ കോടതി നിരീക്ഷിച്ചു, ശരിയാണ്. പക്ഷെ ഉത്തരവിൽ സർക്കാർ അഫിഡവിറ്റ് സമർപ്പിക്കണം. സെപ്റ്റംബർ 10-ന് കേസ് പരിഗണിക്കാൻ മാറ്റിവെക്കുകയും ചെയ്തു. അപ്പൊ അതുവരെ സർക്കാർ വെയിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ ഫുൾ റിപ്പോർട്ട് സീൽഡ് കവറിൽ കൊടുക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്ര ഗുരുതര ആരോപണങ്ങൾ പേടിച്ച് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവർ ഓരോരുത്തരും വ്യത്യസ്തമായ പരാതി നൽകണമെന്നുള്ളതാണ് ഇതിനകം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ വാചകങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല, ആ നിലപാടും മാറ്റിയിട്ടില്ല. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകാം. നമുക്ക് നിയമ വിദഗ്ധന്റെ അഭിപ്രായം തന്നെ തേടാമല്ലോ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നിലവിലിപ്പോൾ സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചു എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അവർക്കെതിരെ കേസ് എടുക്കുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. പക്ഷേ പുറത്തെ നടന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, മൊഴികളല്ല, പുറത്തെ വെളിപ്പെടുത്തലുകളിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. മൊഴികളിലും പ്രാഥമിക അന്വേഷണമാകാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്താണ്. പക്ഷേ അങ്ങനെയല്ല എന്ന വാദം സർക്കാരിനോട് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ തുടരുകയും ചെയ്യുകയാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് വെളിവാക്കപ്പെട്ട സ്ഥിതിക്ക്
ഒരു FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ഏറ്റെടുക്കേണ്ടതാണ്. അതിന് ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ പോയി പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സോഴ്സിൽ കൂടെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഡിമാൻഡ് അതായിരുന്നല്ലോ, ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതിനെപ്പറ്റി, ഇതിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഞാനിതിൽ രാഷ്ട്രീയം കൊണ്ടുവരാതെ നിയമപരമായിട്ടുള്ളൊരു കാര്യം പറയാം. എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഇന്ന് വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ്. മലയാള സിനിമയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇരയായവരും പലരുടെയും പേരുകളും ഒക്കെ ഇപ്പം പലരും ഷെയർ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതിനകത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കപ്പെട്ട ചില നായികമാർ നീതി കിട്ടാതെ ഒരു സൊല്യൂഷൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവിടെ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പല വിക്കറ്റുകൾ വീണു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അതിജീവിത വളരെ ധൈര്യസമേതം നേരത്തെ ഉണ്ടായിരുന്ന ആൺകോയ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറയാൻ ധൈര്യപ്പെടുകയും അതിനുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്, നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കമാണ്. ചെറുതായിരിക്കാം, പക്ഷെങ്കിൽ വളരെ വലിയൊരു മുന്നോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ്. ഇപ്പോൾ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഇന്ന് പറഞ്ഞിരുന്നു, ഇത് ബംഗാളിലെ സിനിമയിലുണ്ട്, ബോളിവുഡിലുണ്ട്, ബാക്കി ഹോളിവുഡിലുണ്ട്. അപ്പോൾ എല്ലാ സിനിമാ മേഖലകളിലൊക്കെ ഉള്ള ഈ ആൺകോയ്മയും അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷൻ അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരാൻ കേരളത്തിൽ നടന്ന ഈ സംഭവം, അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം ഗവൺമെൻറ് എടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എടുക്കേണ്ടി വന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ ഡിസ്കസ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ബംഗാളിൽ നമ്മുടെ ഒരു നടി ഉന്നയിച്ച ഈ പ്രശ്നത്തിൻ്റെ പുറത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവിടെ ഒരു അന്വേഷണം നടക്കുന്നു, ഇവിടെയും ഇത് വേണമെന്നുള്ളൊരു ഡിമാൻഡ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള സിനിമ എന്ന തൊഴിലിടത്തെ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയുള്ള അന്വേഷണങ്ങൾക്ക് ഒരു തുടക്കമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്, നേരത്തെ പറയാൻ ധൈര്യപ്പെടാതിരുന്ന, ഇന്നലെ നമ്മൾ കണ്ടു ചില കാര്യങ്ങളൊക്കെ ചില നടിമാർ തുറന്നു പറയുന്നത് TV ക്യാമറയ്ക്ക് മുമ്പ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു സ്ത്രീകളെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് മാറി, സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും ഒക്കെ വളരെ വലിയൊരു പങ്കുണ്ട്. അവരിപ്പോൾ ധൈര്യസമേതം TV ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു മിനിമം ലജ്ജയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. സാംസ്കാരിക മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ഇതിനെ നേരത്തെ ജസ്റ്റിഫൈ ചെയ്തവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഈ ഒരു അന്വേഷണം നടത്താൻ. അന്വേഷണം നടത്തുമ്പോൾ ഹേമ കമ്മിറ്റി ചെയ്തതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന് ആരുടെ കയ്യിൽ നിന്നാണ് തെളിവെടുക്കുന്നത് അവർക്കൊരു സമ്പൂർണമായിട്ടുള്ള സെക്യൂരിറ്റി, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു അഷ്വറൻസ്, ഗവൺമെന്റ് നിങ്ങളുടെ ഭാഗത്താണെന്നുള്ള ഒരു അഷ്വറൻസ് കൊടുക്കുകയും അവർക്ക് ധൈര്യസമേതം TV-യിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ വിശദമായിട്ട് ആരാണ് പീഡിപ്പിച്ചതെന്നൊക്കെ ഉള്ളത് വീണ്ടും കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയും ആ അന്വേഷണം വളരെ ശരിയായ ഗതിയിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു ക്ലൻസിങ് നമ്മുടെ സിനിമാ മേഖലയിൽ വലിയൊരു ശുദ്ധീകരണത്തിന് ഒരു തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഉപരിയായിട്ട് ഒരു പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, അഭിനേത്രി സോണിയ മൽഹാറും ചർച്ചയിൽ ചേരുകയാണ്. സോണിയയുടെ വ്യക്തിപരമായ അനുഭവം നേരത്തെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ രണ്ടു പേർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. സിദ്ദിഖ് രാജിവെക്കുന്നു, രഞ്ജിത്ത് രാജിവെക്കുന്നു. അപ്പോൾ പല പ്രതികരണങ്ങളും പുറത്തേക്ക് അതിശക്തമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വരാനുണ്ട്. പല പ്രമുഖരുടെയും പേരുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യപടിയായി ഈ രണ്ട് രാജിയും കാണുന്നു. സോണിയയ്ക്ക് ഇപ്പോഴുള്ള ഈ നിമിഷത്തെ തോന്നൽ എന്താണ്? ഒരു പ്രതീക്ഷയാണോ അതോ ആ നിരാശ തുടരുകയാണോ?
പ്രതീക്ഷയാണ്. കാരണം ഒരു മാറ്റത്തിൻ്റെ ഒലിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു സാധാരണ കേസുകൾ നിങ്ങൾ എടുക്കുന്ന പോലെ അല്ല എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ശക്തമായി നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ സർക്കാരിന് അത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. എല്ലാ ചാനൽസും അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നുണ്ട്. അതൊരു മാധ്യമ ധർമ്മം കൂടെ ആയിട്ടാണ്. നിങ്ങളൊരു വെറും കേസായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്ന ഒരു സാധനമായിട്ട് മാത്രം ഞാനിതിനെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണവും അതേപോലെ സർക്കാരിൻ്റെ പിന്തുണയും അതുപോലെ ഈ ഇത്തരം ആളുകൾ ഇപ്പോൾ തന്നെ ഇന്നത്തെ ഒരൊറ്റ പകലിൽ നമുക്ക് 2 രാജി കിട്ടി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ശക്തമായ ഒരു തെളിവ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഒലിയാണ് കാണുന്നത്. കാരണം നമുക്ക് അരക്ഷിതാവസ്ഥയില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അത് എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ടതുണ്ട്. സിനിമാക്കാരുടെ ഇടയിൽ കുറച്ച് പുഴുക്കുത്തുകൾ നിന്നാൽ അവർ മറ്റെല്ലാ നല്ല ആളുകളെയും കലാമേഖലയെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ എത്രയോ ആളുകളുടെ പേര് അതിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇൻഡസ്ട്രിയിൽ കുറേ ആളുകൾ ചെയ്യുന്ന വൃത്തികേടുകൾ നല്ല സിനിമാക്കാരെയും കൂടെ അതിൽ നിർത്തേണ്ട ഒരു ഗതികേടിലേക്ക് കലാലോകം പോകുന്നു എന്നുള്ളത് വളരെ മോശമാണ്. പക്ഷേ ഇതുപോലെ സാഹചര്യങ്ങളിൽ പെട്ട പെൺകുട്ടികൾ, ഇപ്പോൾ രേവതി സമ്പത്ത് അടക്കമുള്ള അല്ലെങ്കിൽ നമ്മളെ ബംഗാളി നടി അടക്കമുള്ള മാഡം വന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ പറയാനുണ്ടാവും. അത് നമ്മളെപ്പോലെ കുറേ ബാക്കിലൊരു 10 years ബാക്കോ 5 years ബാക്കോ നടന്നല്ലാത്ത റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് പറഞ്ഞാലാണ് നമ്മൾക്ക് അതിനകത്ത് തിരുത്തുകൾ വരിക. അല്ലെങ്കിൽ ഈ വ്യക്തി അവർക്കും ഒരു ശുദ്ധീകരണം, അത് നമ്മുടെ ഈ കലാലോകത്തേക്ക് തന്നെ ചലച്ചിത്ര മേഖലയിൽ ആകമാനമുള്ള ഒരു മാറ്റത്തിന് സാക്ഷ്യം കുറിക്കും. അതുകൊണ്ട് സോണിയ, ഇപ്പോൾ കേസിൽ ആരോപണങ്ങൾ അതിന്റെ തീവ്രത പല തലത്തിലാണല്ലോ, പല രൂപത്തിലാണല്ലോ. മോശം പെരുമാറ്റത്തിന് ശ്രമിച്ചു, അതിന് ഇട നൽകാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ബംഗാളി നടി. പക്ഷേ രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ട് രേവതി പുറത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനേക്കാൾ എത്രയോ ഗൗരവത്തിലുള്ളതാണല്ലോ. അത് ചെറിയ പ്രായത്തിൽ പോക്സോ കേസ് തന്നെ എടുക്കാവുന്ന പ്രായത്തിൽ നടന്ന സംഭവമാണെന്ന് പറയും. ഇത്രയും വർഷം അവർ പരാതി നൽകുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടും അവരൊരു പ്രശസ്തിയായ നടിയല്ലാത്തതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു ഈ ആരോപണ വിധേയന്റെ തന്നെ മറുപടി എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. ഇപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് ഈ ആരോപണം പുറത്തേക്ക് പറയുമ്പോൾ പോക്സോ കേസാണെന്ന ഗൗരവത്തിൽ സർക്കാർ ഉടനടി കേസെടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മുഴുവൻ വെളിപ്പെടുത്തലുകളിലും ഒരു പ്രാഥമിക അന്വേഷണം എന്ന പ്രതികരണമേ വന്നിട്ടുള്ളൂ. ആ ആരോപണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സോണി ഇതിനെ കാണുന്നത്? ഇപ്പോൾ ആക്ട് ചെയ്യാൻ നിർബന്ധിതമാകുന്നു, അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ തുറന്ന മനസ്സോടെ സർക്കാർ വരുന്നു. ഇതിൽ രണ്ടിൽ ഏതാണ് തോന്നുന്നത് സോണിയയ്ക്ക്? ഈ മൊത്തത്തിലൊരു അഭിനയം അത് ഈ മേഖലയിൽ നല്ലതല്ല. ഞാൻ പറയുന്നത് ചലച്ചിത്ര കലാകാരന്മാരുടെ ആക്ടിംഗ് അല്ല, ഈ സംവിധാനങ്ങൾ മൊത്തവും ഒരു ആക്ടിംഗ് ഫെസ്റ്റിവൽ നടത്തുവാണ്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അത് നല്ലതല്ല. ബിക്കോസ് നമ്മൾ ഈ പറയുന്നത് ഈ ഒരു തിരുത്തൽ ശക്തി നമുക്ക് നല്ല രീതിയിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളടക്കം നിയമ സംവിധാനങ്ങളടക്കം അതിന് ഒരു പിന്തുണ ഏകിക്കൊണ്ട് ഒരു ശുദ്ധീകരണം ഈ മേഖലയിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം തുറന്നു പറച്ചിലുകൾ പറയുന്ന ആളുകളെ അവരെ വീണ്ടും വീണ്ടും ഹരാസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയും ആളുകൾക്ക് തുറന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ഈ ശുദ്ധീകരണത്തിൽ കൂടുതൽ കരുതലോടെ സർക്കാർ ഇടപെടുകയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു എളിയ പക്ഷം. ശരി ആശാച്ചി, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെയും വരുന്ന ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ മുകേഷ് അന്ന് ഈ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലതാണ്, എല്ലാവരും മൊഴി നൽകട്ടെ, ആ റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ എന്നൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന നമ്മൾ കണ്ടാണ്. ഇപ്പോൾ മുകേഷിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം പുതിയതല്ല, മുൻപും വർഷങ്ങൾക്ക് മുമ്പും കേട്ടിട്ടുള്ള കാര്യമാണ്. അന്ന് മീറ്റു ആ സമയത്താണ് ആ ആരോപണം വരുന്നത്. അതിനെ പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ്. പക്ഷേ തെളിവുകളൊക്കെ കണ്ടെത്താൻ വളരെ എളുപ്പമാണല്ലോ. അദ്ദേഹം ഏത് പരിപാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു ടെലിവിഷൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതുമായി സഹകരിച്ചാണ് ഈ പെൺകുട്ടിയും ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ പ്രതികരണമടക്കം പുറത്തു വരുമ്പോൾ ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണോ ആരോപണ വിധേയർ, ഈ ആരോപണ വിധേയരെയൊക്കെ ന്യായീകരിക്കുന്ന സംവിധാനമായ സർക്കാർ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ തന്നെ നടത്തിയ പ്രതികരണങ്ങൾ, അതായത് രഞ്ജിത്തുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്ന് സർക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് നേരിട്ട് അനിഷ്ടം അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാർ സംവിധാനം നമ്മൾ ഈ പറയൂ ആശ. നമ്മുടെ ഭാഗത്ത് ഒരു മിനിറ്റ് സോണിയ, ഞാൻ ആശയോട് സോണിയ ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ആശയിൽ നിന്ന് വരാം. മാഡം ശരി മാഡം.
ആശ പറയൂ. അതായത് സ്മൃതി, ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അക്കാഡമിക് സംവിധാനത്തിലൊരു, അതായത് സിനിമയൊക്കെ പഠിക്കുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രോസസ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പ്രോഡക്റ്റിലല്ല എന്ന് പറയും. ഇവിടെയും നമ്മൾ പ്രോസസ്സിൽ സർക്കാരിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് ഹേമ കമ്മിറ്റി നിയമിച്ചപ്പോൾ ഹേമ കമ്മിറ്റിക്ക് ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു എന്നാണ് അവർ അതിനകത്ത് എഴുതിയേക്കണം. ആ മെത്തഡോളജിക്ക് തന്നെ അവർ വിചാരിച്ച രീതിയിൽ ആ മെത്തഡോളജി കൊണ്ടുപോകാൻ പോലും സാധിക്കാഞ്ഞത് ഈ പ്രോസസ്സിലുള്ള സഹകരണം ഇല്ലായ്മ കൊണ്ടാണ്. അപ്പൊ ഈ പ്രോസസ്സ് എന്താണ് എന്ന് ഇപ്പൊ സർക്കാർ നിയമിച്ച കമ്മിറ്റി ആണെങ്കിൽ ഇന്നിപ്പോ ഫെഫ്കയുടെ പ്രതികരണം, ജനറൽ സെക്രട്ടറി അതിന്റെ പ്രധാനപ്പെട്ട ആളുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ മെത്തഡോളജിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെയാണ്. അതെ. അപ്പൊ മെത്തഡോളജിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത് നമുക്ക് വളരെ അതിശയിപ്പിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ന്യൂസ്, അതായത് പബ്ലിക് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ വിളിക്കുന്നത്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ആൾക്കാര് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫെഫ്കയുടെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. കാരണം എല്ലാ സ്ത്രീകളെയും പ്രൊമോട്ട് ചെയ്യണം, സ്ത്രീകൾ അതിഗംഭീരം ബ്ലബ്ലയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് തുടങ്ങിയ സമയത്ത് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നേ. അല്ലാതെ ഇത് വെറുതെ എന്നാ പിന്നെ ആയേക്കാം എന്ന് വിചാരിക്കുന്ന പരിപാടിയല്ല. അതുപോലെ തന്നെയാണ് ഗവൺമെന്റിന്. ഓക്കെ, ഗവൺമെന്റ് ഇത് വലിയ ഗംഭീരമായ ഒരു പരിപാടി ചെയ്തു, പക്ഷെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ആ പ്രോസസ്സിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി പുറത്തു വിടുകയും അത് അങ്ങനെ ക്ലെൻസിങ്ങിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. അത്രയും അറിവില്ലാത്ത ആരും ഇവിടെയില്ല. പിന്നെയാണോ സർക്കാരിന്റെ കൂടെ ഈ 4 വർഷം ഈ റിപ്പോർട്ട് ഇരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ചെയ്യാമായിരുന്നത് പല പ്രോസസ്സുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ വന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ അവരെ എംപവർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കാരാണ്. കാരണം ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ആളുകളോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, ആ സിസ്റ്റത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്, പുതിയ സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഈ പ്രോസസ്സ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ബാധകമാണ്. കാരണം ഇപ്പോൾ സർക്കാർ പറയുന്നു, അയ്യോ അങ്ങനെ വന്നോ ഇങ്ങനെ വന്നോ, വേറെ പലരെയും അവർ നല്ലവരാണ്, ഇവർ നല്ല, ഇതിൽ നന്മയും തിന്മയും ഒന്നുമില്ല. നമ്മൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബയോളജിയെ കുറിച്ച് വരെയാണ് സംസാരിക്കുന്നത്. പുരുഷന്മാരുടെ പ്രത്യേകതകൾ, ഈ പുരുഷാധിപത്യ ക്രമത്തില് പുരുഷന്മാർ ബയോളജിക്കലി എങ്ങനെ ഒരു സ്ത്രീയോട് ഇടപെടുന്നു, അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ശരീരാധിഷ്ഠിതമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളിന്മേൽ, അതായത് പിന്നെ നടികളാണ് കൂടുതൽ വരുന്നതെന്നാണ് പറയുന്നത്. അതായത് വേറെ ടെക്നീഷ്യൻസ് ഒന്നും സിനിമയിൽ ഇല്ല തന്നെ, അത്രയ്ക്കും കുറവാണ്. കാരണം ഇന്നലെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ ഞാൻ ഈ ഒരു പ്രായമുള്ള നടി സംസാരിച്ചത് ഞാൻ കേട്ടു. അതായത് അവര് വളരെ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം, പുരുഷന്മാർക്ക് യഥാർത്ഥത്തിൽ സിനിമയിൽ സ്ത്രീകളൊന്നും ഇല്ലെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ഈ പൊതുബോധ നിർമ്മിതി ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഈ പൊതുബോധം മാറാത്തിടത്തോളം, ഈ പൊതുബോധത്തിൽ നിന്നല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൻഡർ ലെൻസിലൂടെ അല്ലാതെ ഇത് കാണുന്നിടത്തോളം ഇത് വളരെ പ്രശ്നഭരിതമാണ്. ഇനിയും ഈ പെൺകുട്ടികൾ മുന്നോട്ട് വന്നാലും ഈ മീറ്റൂവിന്റെ ആൾക്കാരെ പറഞ്ഞതുപോലെ അവർക്ക് എന്തും പറയാമല്ലോ, അവർക്ക് എങ്ങനെയും ആകാമല്ലോ എന്ന് പറയുന്ന പോയിന്റിലാണ് വീണ്ടും നമ്മൾ വന്ന് നിൽക്കുക. ശരി, സോണിയ എന്താണ് പറയാൻ പോയത്? അതായത് സർക്കാർ മുഖം രക്ഷിക്കുന്ന രീതി, അതിപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഇത്തരം പ്രതിപട്ടികയിൽ വന്നാൽ നമ്മളത് അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഒരു സർക്കാരിൻ്റെ നാണം കെട്ട ഇടപാടായി മാറും. അവരെ സംരക്ഷിക്കുകയല്ല ചെയ്യാനുള്ളത്. നമ്മുടെ സംവിധാനത്തിൽ അതാരായാലും, പ്രതിപക്ഷത്തിരിക്കുന്ന ആളായാലും ഭരണപക്ഷത്തുള്ള ആളായാലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഇത്തരം അവസ്ഥ
അവസ്ഥകളിൽ ഒരു സർക്കാർ സംവിധാനം സ്റ്റേറ്റ് അവർക്ക് എഗെയിൻസ്റ്റായിട്ട് മറ്റ് നിയമ നടപടികളിലൂടെ പോയി ഇരയോടൊപ്പമാണ് നിൽക്കുന്നില്ല. അത് നമ്മൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഇര വേട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ പൈങ്കിളി കഥകൾ പറഞ്ഞങ്ങ് പോകുന്നതല്ലാതെ ഈ സംവിധാനങ്ങൾക്കൊക്കെ എത്രത്തോളം ഒരു ഗൗരവമായ കാര്യത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ അടുത്ത കമ്മിറ്റി വരുന്നു, ഇപ്പോൾ വന്ന കുറച്ച് പേരെ വിളിപ്പിക്കുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 4 വർഷം കൊണ്ട് ഒരു എത്ര ശതമാനം കുട്ടികൾക്ക് വീണ്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഈ പൂഴ്ത്തിവെക്കുന്ന സമയം, അത്രയും വർഷം. അതേ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിരുന്നെങ്കിൽ സംഭവിക്കാതിരുന്ന കാര്യങ്ങൾ ഈ 4 വർഷത്തിനിടയിൽ തുടർന്നിട്ടുണ്ടാകാം. വീണ്ടും അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ സമയം തന്നെ ഇത് പബ്ലിഷ് ചെയ്യുകയും ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻ ആർജവമുള്ള ഒരു സർക്കാർ സംവിധാനങ്ങൾ ആ സമയത്ത് വന്നിരുന്ന ഈ 4 വർഷത്തിൻ്റെ അകത്ത് എത്ര പെൺകുട്ടികൾ ഡിപ്രഷനിൽ പോയിട്ടുണ്ടാവും. സോണി, എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട താരങ്ങൾ, ഈ സൂപ്പർ താരങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയേ ചെയ്യാത്തത്? പിന്നെ അവരെ കണ്ടിട്ടേയില്ല. സൂപ്പർ താരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ മൗനവ്രതം എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്, അവർക്ക് യോഗമായിട്ട് സംബന്ധിച്ച അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ഇത്തരം അലിഗേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. ഇറ്റ്സ് ഓൺ പേഴ്സണൽ ചോയ്സസ്, നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പുറത്ത് വന്ന് പറയുക, ഇപ്പം എനിക്ക് തന്നെ എൻ്റെ അമ്മ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ ഈ വീട്ടുകാർക്കൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും നമ്മളിതൊക്കെ ഇനി കൂടുതൽ പറയണമെന്നുള്ളൊരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയും വരുന്നത്. അപ്പോൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ആളില്ലെങ്കിൽ നമ്മൾ തന്നെ തോറ്റുപോകും നമ്മൾ പറയാൻ വരുമ്പോൾ. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഭയം എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാർ കൂടെ നിൽക്കുമോ, കൂട്ടുകാർ കൂടെ നിൽക്കുമോ എന്നൊക്കെ ഉള്ളതാണ്. എന്നെ ഇന്നൊരു ജഡ്ജിയുടെ വൈഫ് വിളിച്ചിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മാഡം എന്നോട് പറഞ്ഞത് ധീരമായ നിലപാടാണ് സോണിയ, എല്ലാവരും കൂടെയുണ്ട്, സപ്പോർട്ടുണ്ട്, എന്ത് നിയമസഹായം വേണമെങ്കിലും നമ്മൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എത്ര ആളുകളാണ് നമ്മളെ വിളിക്കുന്നത്, സിനിമാ ലോകത്ത് നിന്നായാലും മാധ്യമ ലോകത്ത് നിന്നായാലും പുറത്തെ രാജ്യങ്ങളിൽ നിന്നായാലും ഒക്കെ. ഞാൻ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ നമുക്ക് സപ്പോർട്ട് തരികയാണ്. ധീരമായ നിലപാടാണ്. കാരണം ഈ നിലപാട് ഇപ്പോൾ എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടി, ഇപ്പോൾ എൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ ഇത് മനസ്സിലാക്കാൻ പറയുകയാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന് എനിക്കൊരു പേഴ്സണൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ പറയുന്നത്. എൻ്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും ഒക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത് പറയുന്നത് സിനിമാ ലോകത്തായാലും മറ്റ് ഏതൊരു കലാരംഗത്തായാലും പെൺകുട്ടികൾക്ക്, അതുപോലെ പുരുഷന്മാരും പല പീഡനം ഏറ്റു പറയുന്നുണ്ട്. ഇതുവരെ ഒരാണ് വന്നില്ല എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് എന്ത് ഫെയിം കിട്ടാനാണെന്ന് രേവതി കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ്. ഇത് ഫെയിമിന് വേണ്ടി പറയുന്നതാണ് എന്ന് ചിലരെങ്കിലും ആരോപിക്കുമ്പോൾ ആ കുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള മറുപടി നമ്മൾ കണ്ടതാണ്. ജിൻഡോ ജോൺ ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ പോവുകയാണ്. അതിനൊരു സംഘത്തെ 7 സംഘത്തെ തന്നെ രൂപീകരിച്ചല്ലോ. അപ്പോൾ അതൊരു വഴിക്ക് നടക്കുന്നു. ബാക്കി കാര്യങ്ങൾ 10-ാം തീയതി മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് സമർപ്പിക്കാനും ഇരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. സ്മൃതി, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷവും കേരളത്തിലെ പൊതുസമൂഹവും ഈ ദിവസങ്ങളിലൊക്കെ ആവശ്യപ്പെട്ട കാര്യത്തിൽ ഒരു ഭാഗം സർക്കാർ അംഗീകരിച്ചതിന് തുല്യമാണ്. സർക്കാർ അതിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ പേരിൽ അന്വേഷണത്തിന് സംഘത്തെ ഏർപ്പെടുത്തുന്നു. ഇതേ ആവശ്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും പ്രതിപക്ഷവും പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് സർക്കാർ ചെയ്യാത്തത് എന്നാണ് നമ്മൾക്ക് ആർക്കും മനസ്സിലാകാത്തത്. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് തട്ടിപ്പ് കേസിലെ പ്രതിയായ സരിതയുടെ വീട്ടിൽ പോയി അവരെ പോയി കണ്ട്, ജയിലിൽ പോയി കണ്ടൊക്കെ അവരുടെ അപേക്ഷ മേടിച്ച് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ 4-1 ആവേശമില്ലല്ലോ. കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ആക്ഷേപം, അവരുടെ പരാതിയിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇല്ല എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ 4.5 വർഷക്കാലമായിട്ട് റിപ്പോർട്ട് വായിച്ചില്ലെന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ സഖാവു അടക്കമുള്ള ആളുകൾ ഇവരൊക്കെ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കുന്ന വക്കീൽ അഡ്വക്കേറ്റ് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ രഞ്ജിത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ച വന്നപ്പോൾ, ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവരെയെല്ലാം എൻഡോഴ്സ് ചെയ്യുകയും പരാതിക്കാരായിട്ടുള്ള അതിജീവിതമാരായിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട്
സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടന്നാൽ യാതൊരുവിധ നീതിയും ന്യായവും ഈ പെൺകുട്ടികൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് മാറി നിന്നിട്ട് വേണം അന്വേഷണം നടത്താൻ എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. മാത്രമല്ല, ഇവിടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം, പോക്സോ അട്രാക്ട് ചെയ്യുന്ന വകുപ്പായതുകൊണ്ട് കേസെടുക്കണമെന്നല്ലേ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ പറയുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ അല്ലെങ്കിൽ ഗണേഷിനെതിരെ അല്ലെങ്കിൽ സുധീഷിനെതിരെ മറ്റു നടന്മാർക്ക് രഞ്ജിത്തിനെതിരെയൊക്കെ നടപടിയെടുക്കണമെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ DYFIക്കാരും SFIക്കാരും ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാരും ഒന്നും ഇല്ലാത്തത്? കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പറയാൻ പറ്റാത്തത്? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത്, MP ഗോവിന്ദൻ പറയുന്നത്, ഇത് തീവ്ര വലതുപക്ഷ നിലപാടുകളെ മാധ്യമങ്ങളും പൊതുജനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നെന്ന്. തീവ്ര വലതുപക്ഷത്തെ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരാണ്. ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയാണ് സംഘപരിവാർ നിലപാടിന് തുല്യമായിട്ട് ഇന്ത്യയുടെ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേ ഭരണഘടന വീണ്ടും രണ്ടാമതും തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് മറ്റൊരു ദുര്യോഗം. അദ്ദേഹം തന്നെയാണ് സ്ത്രീ വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ ദളിത് വിരുദ്ധതയ്ക്ക് ഫ്യൂഡൽ പൊളിറ്റിക്സിനൊക്കെ വലിയ എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്ന സിനിമകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള ആളുകളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് വെച്ച് വാഴിച്ചിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തെയും എൻഡോഴ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇവർ ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് തീവ്ര വലതുപക്ഷ നിലപാട്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ രാജ്യത്തെ സംസ്ഥാനത്തെ പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരുമ്പോൾ അവരുടെ പരാതിക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അതിന് ഈ പരാതിക്ക് കാരണക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടിന്റെ പേരാണ് തീവ്ര വലതുപക്ഷ നിലപാട്. ഏകാധിപത്യ സ്വഭാവമാണ്. ശ്രീജേന്ദ്രൻ, സിനിമയിലെ സ്ത്രീകളുടെ അന്തസ്സ് കാക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. ജയേന്ദ്രൻ കട്ടായിരിക്കുന്നു. താങ്കൾ തുടർന്നോളൂ ജിൻഡോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ മൂടി വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കാരണം എന്താ വെച്ചാൽ ഈ 4.5 വർഷമായിട്ട് വായിക്കാൻ നേരമില്ലാത്ത മന്ത്രിമാരെയൊക്കെ ചുമക്കേണ്ട രാഷ്ട്രീയ ബാധ്യത നമ്മൾക്ക് എന്താ കേരളത്തിന് സമൂഹത്തിനുണ്ടോ, സാംസ്കാരിക കേരളത്തിനുണ്ടോ? ഇവരിത് വായിക്കാതിരുന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ PK ശ്രീമതിയും ബാലൻ സഖാവും അന്വേഷിച്ച PK ശശിയുടെ അന്വേഷണ റിപ്പോർട്ടാണെന്ന് ഓർത്തിട്ടാണ് ഇവര് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് വിചാരിച്ചിട്ടാണോ ആ റിപ്പോർട്ടൊക്കെ മൂടി വെച്ചത്? അങ്ങനെയൊന്നും പാടില്ല. ഇവരുടെ പാർട്ടിക്കകത്തുള്ള പീഡനങ്ങൾ അന്വേഷിക്കുന്ന അതേ ലാഘവത്തോടെയാണ് സിനിമാ മേഖലയിലെ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പരാതിയിൽ ഇവർ നടപടി സ്വീകരിക്കുന്നെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ലെന്നേ. ഒരു പരിഷ്കൃത സമൂഹത്തിന് അത് പറ്റില്ല. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞെട്ടുന്നു. ഫെഫ്ക 7ാം ദിവസം ഞെട്ടുന്നു, അമ്മ 5ാം ദിവസം ഞെട്ടുന്നു. കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഇത് എല്ലാവർക്കും നേരത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടുകേൾവികളൊക്കെയാണ്. അതിന്നൊരു റിപ്പോർട്ടായിട്ട് ആവിഷ്കരിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കിട്ടുമ്പോൾ ഇവരങ്ങ് വെറുതെ അങ്ങ് ഞെട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നടപടി സ്വീകരിക്കണം. ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയോടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തിന് സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം വേണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. കേരളത്തിലെ പെൺകുട്ടികൾ, അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയിലുള്ള പെൺകുട്ടികളുടെ വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ അദ്ദേഹം ഈ നിമിഷം വരെ തയ്യാറായിട്ടുണ്ടോ? പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലകളിലും മാതൃകയാക്കാവുന്ന രീതിയിലേക്ക് ഇവിടെ വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അത് ശരിയാണല്ലോ. ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നവരെ, റിപ്പോർട്ട് നൽകുന്നവരെ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലാണല്ലോ ഒരു പതുക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മാതൃകാപരമായ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കാണുന്നു? ഈ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കുറച്ചുകൂടി കാക്കേണ്ടി വരും, ഇനിയും കാക്കേണ്ടി വരുമെന്ന സൂചനകളിലെ ഓരോ ഘട്ടത്തിലും സർക്കാർ നൽകുന്നത്? അതെ, ഇത് ഗവൺമെന്റ് കമ്പൽഡ് ആയതാണ്. ഈ ജനരോഷം കണ്ടിട്ട് 4.5 വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയിൽ ഇനിയും ഉത്തരം കൊടുക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് പറഞ്ഞ ഏതെല്ലാം വെളിപ്പെടുത്തലുകളാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത് എന്ന് നമ്മൾ കാണാത്ത ഭാഗമുണ്ട്. അത് ഹൈക്കോടതിയുടെ സമക്ഷം വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ അടുത്ത് ചോദ്യം ഉണ്ടാകും. നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇത്ര വർഷങ്ങളായി, എന്ത് നടപടിയാണ് ഇതുവരെ എടുത്തതെന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ കണ്ടതിന് ശേഷം ഇത്രയെങ്കിലും ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അത് ഒരു കുറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഞാൻ WCCയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതി കാണിക്കുന്നത് കണ്ടു. അവര് പാർഷ്യലി വെൽക്കം ചെയ്തു. അവർക്ക് ചെറിയ ചില ഭീതികളുണ്ട്, ഇനിയും വീണ്ടും മൊഴി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള അവസ്ഥ. BNSSലെ പുതിയ വകുപ്പ് 179 അനുസരിച്ചിട്ട് പോലീസിന് ഈ സ്ത്രീകളാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെയൊക്കെ പോയി തെളിവെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വിമൻ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഇരകൾക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഈ പറയുന്ന നേരത്തെ ഹേമ കമ്മിറ്റിയൊക്കെ പ്രോത്സാഹിപ്പിച്ചതുപോലെ നിങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയണം.
അതിന്റെ പുറത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കും, കോടതിയിൽ തക്കതായിട്ടുള്ള തെളിവുകൾ എത്തിക്കും, കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു അഷ്വറൻസ് കൊടുക്കുകയും അത് വളരെ ഇമ്പാർഷ്യലായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു തോന്നൽ ഉളവാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേരെടുത്ത് പറഞ്ഞ് പലരും മുന്നോട്ട് വരികയും ഇത് എന്തെല്ലാം നടന്നിട്ടുണ്ട്, ഇതിന് വേറെയും പല കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം പുറത്തു വരികയും ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ട കടമയുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ബാക്കി സംസ്ഥാനങ്ങളിലും ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ശരി, സർക്കാരിന്റെ നടപടി വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.